അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, സ്പെക്ട്രൽ എമിസീവ് പവർ, റേഡിയേഷൻ പ്രോപ്പർട്ടീസ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് മുമ്പുള്ള ചാപ്റ്ററിൽ. ഇപ്പോൾ ചിലർക്ക് കുറച്ച് സംശയം തോന്നാം, എന്താണ് എമിസീവ് പവർ, എന്താണ് സ്പെക്ട്രൽ എമിസീവ് പവർ, എമിസിവിറ്റി, മൂന്ന് കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നാം. ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ റേഡിയേഷൻ്റെ എമൗണ്ട് ആണ് എമിസീവ് പവർ എന്ന് പറയുന്നത്. ആ എമിറ്റ് ചെയ്യുന്നതിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ടാവാം, അങ്ങനെ വിസിബിൾ റേഡിയേഷൻസ് ഉണ്ടാവാം, അതുപോലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസിൻ്റെ ടോട്ടൽ സമ്മാണ് എമിസീവ് പവർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ്റെ എമൗണ്ടാണ് സ്പെക്ട്രൽ എമിസിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 5 മൈക്രോമീറ്റർ റേഡിയേഷൻ വേവ് ലെങ്ത്തിൽ എത്ര റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പെക്ട്രൽ എമിസീവ് പവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എമിസിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു സർഫസ്, ആ സർഫസിൻ്റെ റേഡിയേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ബ്ലാക്ക് ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയുണ്ട് എന്നുള്ളതാണ് എമിസിവിറ്റി സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എമിസിവിറ്റി 0.5 എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ആ ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0.5, അതായത് പകുതി മാത്രമേ ഉള്ളൂ എന്നാണ് എമിസിവിറ്റി സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ബോഡിയുമായിട്ടുള്ള കമ്പാരിസൺ വരുമ്പോഴാണ് നമ്മൾ എമിസിവിറ്റി പറയുന്നത്. നമുക്കറിയാം, ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നൊരു ആക്ച്വലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നൊരു ബോഡിയല്ല. നമ്മൾ റേഡിയേഷൻ എത്രയാണെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റാണ് ബ്ലാക്ക് ബോഡി. അപ്പോൾ ബ്ലാക്ക് ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എമിസിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കാണ് വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വ്യൂ ഫാക്ടർ നമുക്കറിയാം, ഒരു റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ, രണ്ടാമത്തെ റേഡിയേഷൻ പ്രോപ്പർട്ടീസ്, ഫോർ എക്സാമ്പിൾ അബ്സോർപ്റ്റിവിറ്റി, എമിസിവിറ്റി, അതുപോലുള്ള റേഡിയേഷൻ പ്രോപ്പർട്ടീസ്, മൂന്നാമത്താണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ ആ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഓറിയൻറ്റേഷന് നമ്മുടെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓറിയൻറ്റേഷൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വ്യൂ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ഫിഗർ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പോയിന്റ് സോഴ്സ് ഓഫ് റേഡിയേഷനിൽ നിന്ന് മൂന്ന് സർഫസുകൾ, സർഫസ് 1, സർഫസ് 2, സർഫസ് 3, മൂന്നും ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും, മൂന്നും റിസീവ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ആക്ച്വൽ കേസിൽ വരുന്നത്. അതായത് ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ സർഫസിൽ നിന്നുള്ള റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് തലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടും. കാരണം എന്ന് വെച്ചാൽ സണ്ണിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നത് തലയിലേക്കാണ് ആദ്യം വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള പാർട്ടുകളിലൊന്നും റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. കാരണം തലയാണ് റേഡിയേഷനുമായിട്ട് ഡയറക്റ്റ് ഓറിയൻറ്റേഷനിൽ വരുന്നത്. സർഫസ് 3 പോലെ ഒരു ഡയറക്റ്റ് ഓറിയൻറ്റേഷനിൽ വരുന്ന നമ്മുടെ തലഭാഗമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തലയിൽ നമുക്ക് ചൂട് കൂടുതൽ തോന്നുന്നത്. അടുത്തതാണ് ഈ വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് ക്വാണ്ടിറ്റിയാണ്. അത് ജോമെട്രീന് മാത്രം, സർഫസിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ആംഗിൾ, ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ് വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. അത് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെയോ അല്ലെങ്കിൽ സർഫസ് പ്രോപ്പർട്ടീസായ എമിസിവിറ്റി, അബ്സോർപ്റ്റിവിറ്റി അങ്ങനെയുള്ളൊരു സർഫസ് പ്രോപ്പർട്ടിയിൽ നിന്നും നമ്മുടെ
വ്യൂ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വ്യൂ ഫാക്ടറിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. സാധാരണ എല്ലാ ടെക്സ്റ്റിലും വരുന്ന ഒരു ഡെറിവേഷനാണ്. നോക്കിയാൽ മനസ്സിലാവും. ഡെറിവേഷനിൽ പറയുന്ന ഇക്വേഷനാണ് നമ്മളെടുത്ത് നോക്കുന്നത്. ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. f12 = 1/a ഡബിൾ ഇൻറ്റഗ്രൽ കോസ് θ1 കോസ് θ2 πr² dA1 dA2 എന്നാണ് നമ്മുടെ വ്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതാണ്. ഒരു സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എത്ര മറ്റൊരു സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. f12 എന്ന് പറയുന്ന വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർഫസ് 1ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എത്ര എമൗണ്ട് സർഫസ് 2ൽ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് f12 റെപ്രസെൻ്റ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച ഫിഗർ നോക്കുക, ആണ് സർഫസ് 1 എന്ന് പറയുന്നത്. ഈ സർഫസ് 1ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എത്ര എമൗണ്ട് റേഡിയേഷൻ സർഫസ് 2ൽ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് സർഫസുകളുടെയും കോമൺ നോർമലാണ് n1 n2 എന്ന് പറയുന്നത്. ആ ഒരു സർഫസിലുള്ള ചെറിയ ഏരിയയാണ് dA1 dA2. സെക്കൻഡ് സർഫസിലുള്ള ഏരിയയാണ് dA2. അപ്പോൾ ആ dA2ൻ്റെ നോർമലാണ് n2, dA1 നോർമലാണ് n1. ആ നോർമലായിട്ട് ഇതിൻ്റെ രണ്ട് ഏരിയ സ്മോൾ എലിമെൻ്റൽ ഏരിയകളായ dA1 dA2 തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളാണ് θ1 θ2. ഓക്കെ, ആ സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. f12ൻ്റെ എക്സ്പ്രഷൻ. f21ൻ്റെ എക്സ്പ്രഷൻ വ്യത്യാസം വരുന്നത് 1/a2 എന്ന് പറയുന്ന ടേം മാത്രമേ, a1ന് പകരം 1/a2 എന്ന് പറയുന്ന ടേം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ ടേമുകളും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു സർഫസ് എടുക്കുക. ആ സർഫസിനെ ഇതുപോലെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഓരോ കോൺഫിഗറേഷനും ഓരോ വ്യൂ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ സർഫസിൻ്റെ ആംഗിളുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ വ്യൂ ഫാക്ടറിൻ്റെ എമൗണ്ട് മാറി മാറി വരും. അപ്പോൾ നമുക്ക് ഓരോ കോൺഫിഗറേഷനും നമ്മൾ സെപ്പറേറ്റ് വ്യൂ ഫാക്ടർ ഇതുപോലെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ tedious ആയിട്ടുള്ള ടാസ്ക്കാണ്. ഓരോ ഓറിയൻറ്റേഷനും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാക്കാനുള്ള വഴികളാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, വ്യൂ ഫാക്ടർ f12 അതുപോലെ തന്നെ വ്യൂ ഫാക്ടർ f21 അതുപോലുള്ള വ്യൂ ഫാക്ടറുകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു റിലേഷൻ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള റിലേഷനാണ് റെസിപ്രോസിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫസ്റ്റ് എക്സ്പ്രഷനെ a1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ സെക്കൻഡ് എക്സ്പ്രഷനെ a2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് എക്സ്പ്രഷൻ a1 കൊണ്ട് സെക്കൻഡ് എക്സ്പ്രഷനെ a2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ a1 f21 a2 f21 എന്ന് കിട്ടും. a1 f12 a2 f21. അപ്പോൾ നമുക്കറിയാം a1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a1 1/a1 ക്യാൻസൽ ആവും. ഇവിടെ a2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/a2 ക്യാൻസൽ ആവും. അപ്പോൾ ഈ രണ്ട് ടേമുകളും സെയിം ആണ്. അപ്പോൾ നമുക്ക് കിട്ടും a1 f12 = a2
F21 എന്ന് കിട്ടും. അതിൻ്റെ റിലേഷനാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂ ഫാക്ടറിൻ്റെ എക്സ്പ്രഷനാണ്. ഇപ്പോൾ വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർഫസിൽ നിന്ന് പുറപ്പെടുന്ന എത്ര എമൗണ്ട് മറ്റൊരു സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ സർഫസ് വിച്ച് സ്ട്രൈക്സ് ഓൺ അനദർ സർഫസ് ആണ് നമ്മുടെ വ്യൂ ഫാക്ടർ. അതിൻ്റെ ഒരു ഫ്രാക്ഷനാണ് വ്യൂ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 0 തൊട്ട് 1 വരെയാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത്. 0 മുതൽ 1 വരെയാണ് വ്യൂ ഫാക്ടറിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, നമ്മൾ ഒരു വ്യൂ ഫാക്ടറിൻ്റെ ഒരു എമൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിൽ വരുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന എമൗണ്ടാണ് F12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് F11 അല്ലെങ്കിൽ FII നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ ലീവിങ് സർഫസ് ദാറ്റ് സ്ട്രൈക്സ് ഇറ്റ്സെൽഫ്. അതായത് ഒരു സർഫസിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷൻ അതേ സർഫസിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷൻ. അതാണ് F11 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് പുറപ്പെടുന്ന എത്ര എമൗണ്ട് റേഡിയേഷൻ ആ സർഫസിൽ നിന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുള്ളതാണ് FII അല്ലെങ്കിൽ F11 റെപ്രസെൻ്റ് ചെയ്യുന്നത്. I എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. 1 2 3 എന്ന് പറയുന്ന ഇൻറ്റിജറാണ്. അപ്പോൾ FII എന്ന് പറയുന്നത് സർഫസ് 1 എടുക്കുകയാണെങ്കിൽ F11, സർഫസ് 2 എടുക്കുകയാണെങ്കിൽ F22 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് F11 എത്രയാണ്, F122 എത്രയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റേഡിയേഷൻസ് ആ സർഫസിൽ നിന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ F11 നമ്മൾ പറഞ്ഞു. F11 എന്ന് പറയുന്നത് F121 എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്തതുപോലെ F121. അതായത് സർഫസ് 1ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ സർഫസ് 1ൽ തന്നെ എത്ര സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് F121 റെപ്രസെൻ്റ് ചെയ്യുന്നത്. F121 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു പ്ലെയിൻ സർഫസിലും അതുപോലെ തന്നെ ഒരു കോൺവെക്സ് സർഫസിലും F121 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സർഫസ് 1 ഇവിടെ എടുക്കുകയാണ്. ആ സർഫസ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയേഷൻ 1ൽ നിന്നും സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഡിഫ്യൂസ് ചെയ്താണ് പോകുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പാസ് ചെയ്യുന്നു. അത് സർഫസ് 1ൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അതായത് F121 = 0 ആയിരിക്കും. അടുത്തൊരു സർഫസ് എടുക്കുക, സർഫസ് 2 എടുക്കുക. സർഫസ് 2 എന്ന് പറയുന്നൊരു കോൺവെക്സ് സർഫസാണ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഒരു കോൺവെക്സ് സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയേഷൻ ആ സർഫസിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ F22 = 0 ആയിരിക്കും. ഓക്കെ, 2ൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷൻ 2ൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. സോ F22 = 0 ആണ്. ഒരു മൂന്നാമത്തൊരു കേസ് എടുക്കുക. നമ്മൾ പറഞ്ഞു F11 = 0, F22 = 0. അതൊരു കോൺവെക്സ് സർഫസിനും പ്ലെയിൻ സർഫസിനും വാലിഡ് ആണ്. പക്ഷെ ഇത് കോൺകേവ് സർഫസ് ആണെങ്കിൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കോൺകേവ് സർഫസിലാണെങ്കിൽ അത് 0 ആയിരിക്കില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയേഷൻ 3ൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റേഡിയേഷൻ റേസും നമ്മുടെ 3ൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ F33 എന്ന് പറയുന്നത് ഒരിക്കലും 0 ആയിരിക്കില്ല. സോ ഒരു പ്ലെയിൻ സർഫസിലോ അതുപോലെ തന്നെ ഒരു കോൺവെക്സ് സർഫസിലോ F11 = 0 ആയിരിക്കും. അതായത് വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 0 ആണ്. അത് ഒരു കോൺകേവ് സർഫസിൽ അത് നോൺ 0 ആയിരിക്കും. ഓക്കെ,
നമ്മൾ വ്യൂ ഫാക്ടർ. ഇനി അടുത്താണ് ഒരു രണ്ട് കോൺസെൻട്രിക് സ്ഫിയർ എടുക്കുക. അങ്ങനെ സ്ഫിയർ 1 പിന്നെ സ്ഫിയർ 2. രണ്ട് കോൺസെൻട്രിക് സ്ഫിയർ ആണ്. ഈ ഇന്നർ സ്ഫിയറിൻ്റെ സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷൻസും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും ആ ഔട്ടർ സ്ഫിയറിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ റേഡിയേഷൻസും ഔട്ടർ സ്ഫിയറിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നർ സ്ഫിയറിൻ്റെ സർഫസിനെ 1 ആയിട്ട് എടുക്കുക, ഔട്ടർ സ്ഫിയറിൻ്റെ 2 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, F12 ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് പറയാം. F1 to 2, അതായത് സർഫസിൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും സർഫസ് 2ൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെ F1 to 2 ഈക്വൽ ടു 1 വരാൻ കാരണം അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഇന്നർ സ്ഫിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും ഔട്ടർ സ്ഫിയറിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് F1 to 2 ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് സർഫസുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ F1 to 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ഒരു ബോഡി മറ്റൊരു ബോഡി എൻക്ലോസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂ ഫാക്ടർ ഈക്വൽ ടു 1 ആയിരിക്കും. അകത്തെ ബോഡിയുടെ വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. F1 to 2 is equal to 1 ആയിരിക്കും. ഓക്കെ, അതായത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 2ൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അതാണ് F12 റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഓരോ ജോമെട്രി അനുസരിച്ചും മാറി മാറി വരുന്നതാണ്. ഓരോ ജോമെട്രിക്കും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓരോ ഓറിയൻറ്റേഷനും നമ്മൾ ഡിഫറെൻറ്റ് ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്താണ് നമ്മൾ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ്റെ നമുക്ക് വ്യൂ ഫാക്ടർ നമുക്ക് ഇക്വേഷൻ വഴി വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് പാരലൽ പ്ലേറ്റ്സ്, ആ രണ്ട് പാരലൽ പ്ലേറ്റ്സ് അതിൻ്റെ വ്യൂ ഫാക്ടർ എത്രയാണെന്നുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ, ഫസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കാം. രണ്ട് പാരലൽ ഡിസ്ക് ആണെങ്കിൽ, രണ്ടാമത്തെ കേസ് എടുക്കുക, രണ്ട് പാരലൽ ഡിസ്ക് ആണെങ്കിൽ ഇതുപോലെ അതിൻ്റെ ജോമെട്രി, ആ ഡിസ്കിൻ്റെ റേഡിയസ്, ആ ഡിസ്കുകൾ തമ്മിലുള്ള അകലം ഇതൊക്കെ തരികയാണെങ്കിൽ നമുക്ക് വ്യൂ ഫാക്ടർ വേണമെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തൊരു ഈ കാര്യങ്ങൾ തന്നെ, അതായത് ഈ പറയുന്ന ഈ ഒരു ഇക്വേഷൻസ് തന്നെ നമുക്ക് ചാർട്ട് രൂപത്തിൽ തന്നിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരി, ഇവിടെ നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ സർഫസുകൾ, ഇതുപോലെ രണ്ട് പെർപെൻഡിക്കുലർ സർഫസുകളുടെ വ്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു ഇക്വേഷനാണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് കുറച്ച് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് സർഫസ് ഞാൻ വരയ്ക്കുകയാണ്. സർഫസ് 1, സർഫസ് 2, സർഫസ് 2. ഇതിൻ്റെ ലെങ്ത് ആണ്, സർഫസ് 1ൻ്റെ ലെങ്ത് ആണ് 3 cm, സർഫസ് 2ൻ്റെ ലെങ്ത് ആണ് 20 cm, അതിൻ്റെ വിഡ്ത്ത് ആണ് 10 cm എന്ന് വിചാരിക്കാം. കാണിച്ചിരിക്കുന്ന പോലെ L1 L2, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് ആണ് W എന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്ന രണ്ട് പെർപെൻഡിക്കുലർ സർഫസ് ആണെങ്കിൽ. അപ്പോൾ അതിനുള്ള പെർപെൻഡിക്കുലർ സർഫസ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ L1/W എത്രയാണെന്ന് നോക്കാം. L1 3 cm ആണ്, W is equal to 10 cm. സോ L1/W equal to 0.3. സോ ഇവിടെ L1 divided by W എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടെ ഒരു കർവ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ L1/W is equal to 3 ആണ്, 0.3 എന്നാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സോ L1/W 0.3യുടെ ഗ്രാഫ് ഏതാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും L1/W ഈക്വൽ ടു 0.3യുടെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഗ്രാഫ് L1/W. ഇത് 0.3 ആണ്. ഇനി രണ്ടാമത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് L2/W എത്രയാണെന്ന് കണ്ടുപിടിക്കാം. L2/W is equal to 2 ആണ്. L2/W 2 ആണ്. സോ 2 എവിടെയാണെന്ന് ഇവിടെ എക്സ് ആക്സിൽ കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് 2. സോ 2ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം മുകളിലേക്ക്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാഫിലേക്ക്. 2ൽ നിന്ന് ഒരു ഗ്രാഫ് വരച്ച് മുകളിലേക്ക് ഒരു ലൈൻ വരച്ച്, സോ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആ പോയിന്റിൽ നിന്ന് y ആക്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. y ആക്സിലേക്ക് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടും എന്നാണ് F12 എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇവിടെ കിട്ടുന്ന F12ൻ്റെ വാല്യൂ 0.3നും 0.4നും ഇടയ്ക്കാണ്, ഏകദേശം ഒരു 0.35 ആണ്. F12 ഈക്വൽ ടു നമുക്ക് 0.3 എന്നാണ്, 35 എന്നാണ് നമുക്ക് കിട്ടുക. 0.35 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെയാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് നമ്മുടെ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ വ്യൂ ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ ഗ്രാഫിൽ നിന്ന് ഒരു സിമ്പിൾ ജിയോമെട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതുകൂടാതെ നമുക്ക് വേറൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോമെട്രി നമുക്ക് വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നമുക്ക് റിലേഷൻസ് ആണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n സർഫസുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സർഫസുകൾ ഉണ്ടെങ്കിൽ അതിന് n² വ്യൂ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വ്യൂ ഫാക്ടേഴ്സ് അതിന് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സർഫസ് ആണെങ്കിൽ n = 2 ആണെങ്കിൽ 2² 4 വ്യൂ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ രണ്ട് സർഫസുകൾ 1, 2 എന്ന് പറയുന്ന രണ്ട് സർഫസുകളാണെങ്കിൽ 1 സർഫസ് 2 ആണെങ്കിൽ അതിന് F11 ഉണ്ടാവും, F12 ഉണ്ടാവും, അതുപോലെ തന്നെ F22 ഉണ്ടാവും, F21 ഉണ്ടാവും. അങ്ങനെ മൊത്തം രണ്ട് സർഫസുകളാണെങ്കിൽ മൊത്തം 4 വ്യൂ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാ വ്യൂ ഫാക്ടേഴ്സ് തമ്മിൽ ഒരു റിലേഷൻസ് ഉണ്ടാവും. ആ റിലേഷൻസ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റെസിപ്രോസിറ്റി തിയറം. റിലേസിറ്റി പറയുന്നത് AIFij = AJFji എന്നാണ്. അതായത് i എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. AI എന്ന് പറയുന്നത് A1, iക്ക് പകരം 1 കൊടുത്താൽ A1, F12 = AJ, jക്ക് പകരം 2 എന്ന് കൊടുക്കുക. രണ്ട് സർഫസ് ഉള്ളതാണെങ്കിൽ A2 F21 എന്നുള്ളതാണ് റെസിപ്രോസിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അത് A1 F12 = A2 F21 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്തതാണ് സമ്മേഷൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു എൻക്ലോഷർ ഉണ്ടെങ്കിൽ ആ എൻക്ലോഷറിൻ്റെ വ്യൂ ഫാക്ടേഴ്സ്, സം ഓഫ് വ്യൂ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് =1 എന്നായിരിക്കണം നമ്മുടെ സമ്മേഷൻ റൂൾ പറയുന്നത്. എൻക്ലോഷർ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സർഫസുകളുടെയും സം ഓഫ് വ്യൂ ഫാക്ടേഴ്സ് =1 എന്നുള്ളതാണ് നമ്മുടെ സമ്മേഷൻ റൂൾ പറയുന്നത്. ഇവിടെ
ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ട്രയാങ്കിളിൽ 3 സർഫസുകളുണ്ട്. സർഫസുകളാണ് 1, 2, 3 എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഇതാണ്: F11 plus F12 plus F13 equal to 1. എൻക്ലോഷർ ഉണ്ടെങ്കിൽ ആ 3 സർഫസുകളുടെ വ്യൂ ഫാക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡുകളുടെ വ്യൂ ഫാക്ടേഴ്സ് തമ്മിലുള്ള സമ്മേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് F11 പ്ലസ് F12 പ്ലസ് F13 പ്ലസ് F14 ഈക്വൽ ടു 1 ആയിരിക്കും. അതാണ് സമ്മേഷൻ റൂള് പറയുന്നത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മളൊരു 2 സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് 2 സ്ഫിയർ ഉണ്ട്. 2 സ്ഫിയർ എൻക്ലോസ് ചെയ്തിരിക്കുന്നു. ഒരു സ്ഫിയറിനെ മറ്റൊരു സ്ഫിയർ എൻക്ലോസ് ചെയ്തിരിക്കുന്നു. സ്ഫിയർ 2 ഭാഗത്താണ് സ്ഫിയർ 1 എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് ആണ് R1, R2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ ഫാക്ടേഴ്സ് എത്രയെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് സ്ഫിയർ 1 എടുക്കാം. സ്ഫിയർ 1 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം F11 ഈക്വൽ ടു 0 ആണ്. F11 ഈക്വൽ ടു 0 ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ F11 എന്ന് പറയുന്നത് റേഡിയേഷൻ 1 എന്ന് പറയുന്ന സ്ഫിയർ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനിൽ എത്ര ഭാഗം 1-ൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് F11 റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കറിയാം 1 എന്ന് പറയുന്ന ഒരു കോൺവെക്സ് സർഫസ് ആണ്. സോ കോൺവെക്സ് സർഫസിൻ്റെ വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 0 ആണ്. F11 ഈക്വൽ ടു 0 ആണ്. അതായത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ 1 എന്ന് പറയുന്ന സർഫസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ 1-ൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇല്ല, 0 എന്നുള്ളതാണ് F11 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ F12 ഈക്വൽ ടു 1 ആണ്. അതായത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 2 എന്ന് പറയുന്ന സ്ഫിയറിൽ അല്ലെങ്കിൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. സോ F12 ഈക്വൽ ടു 1 ആണ്. ഇനി നമുക്ക് റെസിപ്രോസിറ്റി തിയറം A1 F12 ഈക്വൽ ടു A2 F21 റിലേഷൻ നമുക്കറിയാം. അതിന് F21 എന്താണെന്ന് നമ്മൾ എഴുതി. F21 ഈസ് ഈക്വൽ ടു A1 ബൈ A2 ഇൻറ്റു F12. F12 ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 2-ൽ സ്ട്രൈക്ക് ചെയ്യുന്നു. സോ F12 ഈക്വൽ ടു 1 ആണ്. സോ A1 ബൈ A2, A1 എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. 4π r സ്ക്വയർ ആണ്. സോ 4π r1 സ്ക്വയർ ഡിവൈഡ് ബൈ 4π r2 സ്ക്വയർ ഇൻറ്റു 1 ഈക്വൽ ടു R1 ബൈ R2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി F22 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. F22 ഈക്വൽ ടു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു F21 പ്ലസ് F22 ഈക്വൽ ടു 1 ആണ്. അതായത് പറഞ്ഞ സമ്മേഷൻ റൂൾ അനുസരിച്ച് F21 പ്ലസ് F22 ഈക്വൽ ടു 1 ആണ്. സോ അതിനകത്ത് F22 എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് F21 എന്ന് കിട്ടും. നമുക്ക് F21 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച F21 ഈക്വൽ ടു R1 ബൈ R2 ഹോൾ സ്ക്വയർ ആണ്. സോ 1 മൈനസ് R1 ബൈ R2 ഹോൾ സ്ക്വയർ ആണ് F22 എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ റേഡിയസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ F22 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. F22 എന്ന് പറയുന്നത് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയേഷൻസ്
എത്ര ഭാഗം ടൂവിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളതാണ് F22 റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കോൺകേവ് സർഫസുകളാണെങ്കിൽ F22 അല്ലെങ്കിൽ F11 എന്ന് പറയുന്നതൊക്കെ നോൺ സീറോ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കാവുന്നതാണ്. മൂന്നാമത്തെ റൂളാണ് സൂപ്പർ പൊസിഷൻ റൂൾ എന്ന് പറയുന്നത്. വ്യൂ ഫാക്ടർ ഫ്രം എ സർഫസ് ഐ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് ആണ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു സം ഓഫ് വ്യൂ ഫാക്ടേഴ്സ് ഫ്രം ദ സർഫസ് I to the parts of the surface Jn. അതായത് F1 to 2 to 3 equal to F12 plus F13 എന്ന് പറയുന്നു. അതായത് ഒരു സർഫസ്, ആ സർഫസിൻ്റെ 1 എന്ന് പറയുന്ന സർഫസ് 2, 3 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് സർഫസ് ആണെങ്കിൽ, അതായത് സെക്കൻഡ് സർഫസ് ആണ് 2, 3 എന്ന് പറയുന്ന രണ്ട് സർഫസുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. F12, 2, 3 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മേഷൻ ആയിരിക്കും. അതായത് F1 to 2-ൻ്റെയും F1 to 3-യുടെയും സമ്മേഷൻ ആയിരിക്കും F1 to 2 to 3 എന്ന് പറയുന്നത്. അതായത് ഒരു സർഫസിനെ രണ്ട് പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്താലും, സെക്കൻഡ് സർഫസിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താലും 1ൻ്റെ സെക്കൻഡ് സർഫസിലേക്കുള്ള വ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ആ രണ്ട് സർഫസുകളുടെ, അപ്പോൾ ആ രണ്ട് ഡിവൈഡ് ചെയ്ത രണ്ട് സർഫസുകളുടെ വ്യൂ ഫാക്ടറിൻ്റെ സമ്മേഷൻ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ റൂള് പറയുന്നത്. ഒരു സർഫസിനെ രണ്ടാക്കിയാലും അതിൻ്റെ വ്യൂ ഫാക്ടേഴ്സ് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് സൂപ്പർ പൊസിഷൻ റൂള് പറയുന്നത്. നാലാമത്താണ് സിമെട്രി റൂൾ എന്ന് പറയുന്നത്. സിമെട്രി റൂൾ എന്ന് പറയുന്നത് ഒരു സർഫസിന് സിമെട്രിക് ആയിട്ട് രണ്ട് സർഫസുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് സർഫസുകളിലേക്കുള്ള വ്യൂ ഫാക്ടേഴ്സ് സെയിം ആയിരിക്കും. അതായത് സർഫസ് 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്. ആ പ്ലെയിൻ സർഫസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സർഫസുകളാണ് 2ഉം 3ഉം. രണ്ട് സെമി സർക്കിളുകളാണ് 2ഉം 3ഉം സിമെട്രിക്കലായിട്ടുള്ള. സോ F12 എന്ന് പറയുന്നതും F13 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സിമെട്രിക്കലാണെങ്കിൽ F12ഉം F13ഉം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ F21ഉം F31ഉം സെയിം ആയിരിക്കും. തിരിച്ചു വരുന്നു, അതായത് 3യിൽ നിന്ന് 1ൽ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ 2ൽ നിന്ന് 1ൽ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ എമൗണ്ടും സെയിം തന്നെയായിരിക്കും. അതാണ് സിമെട്രി റൂൾ പറയുന്നത്. ഇവിടെ ഒരു പിരമിഡ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ആ പിരമിഡിൻ്റെ സൈഡ്സ് ആണ് 1, 2, 3, 4, 5 എന്ന് പറയുന്ന 5 സൈഡുകൾ. അതിൻ്റെ ബേസ് ആണ് 1 എന്ന് പറയുന്നത്. ബേസ് 1നെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ബേസിനെ വെച്ച് നോക്കുമ്പോൾ ബാക്കി 4 സർഫസുകളും 5, 4, 3, 2 എന്ന് പറയുന്ന 4 സൈഡുകളും സിമെട്രിക്കലാണ്. സോ സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ആ ബോഡിയായിട്ട് മേക്ക് ചെയ്യുന്ന വ്യൂ ഫാക്ടേഴ്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. അതായത് F12 ഈക്വൽ ടു F13, F14, F15 ആയിരിക്കും. കാരണം അതെല്ലാം സിമെട്രിക്കൽ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഒരു എൻക്ലോഷർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എൻക്ലോഷറാണ്. എൻക്ലോഷർ ആയതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും വ്യൂ ഫാക്ടേഴ്സിൻ്റെ സം ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കും.
So view factor is f11, f12, f13, f14 plus f15 equal to 1 ആയിരിക്കും. എല്ലാ എൻക്ലോഷറിൻ്റെ വ്യൂ ഫാക്ടേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതിൻ്റെ സം എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. സോ നമുക്കറിയാം f11 ഈക്വൽ ടു എന്താണ് 0 ആയിരിക്കും. കാരണം f1 എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. ആ സർഫസിന് അതിനോട് തന്നെയുള്ള വ്യൂ ഫാക്ടർ f11 ഈക്വൽ ടു 0 ആയിരിക്കും. സോ f11 0 ആയിപ്പോയി. ബാക്കി വരുന്ന f12 പ്ലസ് f13 f14 പ്ലസ് f15 ഈക്വൽ ടു 1 ആണ്. ഇതെല്ലാം ഈക്വലും ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വ്യൂ ഫാക്ടർ എത്രയാണെന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു റൂളാണ് വ്യൂ ഫാക്ടേഴ്സ് ബിറ്റ്വീൻ ഇൻഫിനിറ്റ്ലി ലോങ് സർഫസസ്. ക്ലോസ്ഡ് സ്ട്രിങ് മെത്തേഡാണ് അടുത്തൊരു ടോപ്പിക് വരുന്നത്. ഇത് നമ്മൾ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ എളുപ്പമാക്കുന്നൊരു മെത്തേഡാണ്. അതായത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സർഫസ് ആണെങ്കിൽ, ലോങ് സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു ഡയമെൻഷൻ അല്ല, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ. ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ നമുക്കങ്ങനെ വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്ലോസ്ഡ് സ്ട്രിങ് മെത്തേഡ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ രണ്ട് സർഫസുകളാണ് കാണിച്ചിരിക്കുന്നത്, സർഫസ് 1, സർഫസ് 2. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ആ രണ്ട് സർഫസിൻ്റെ എഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ലെങ്ത് ആണ് L1. അതുപോലെ സർഫസ് 2ൻ്റെ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് L2. ആ ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. ഓക്കെ, അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് L3, L4, L5, L6. ഓക്കെ, അപ്പോൾ മൊത്തം 6 ലൈൻസ് വരുന്നു. ഓക്കെ, ഇങ്ങനൊരു സർഫസ് ആണെങ്കിൽ അതിൻ്റെ f122 എന്ന് പറയുന്നത്, അതായത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയേഷൻ 2ൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് എത്രയാണെന്നുള്ളതാണ് f12 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ f12ൻ്റെ എമൗണ്ടാണ് നമുക്കിങ്ങനെ ആ ലെങ്ത് വൈസ് നമുക്ക് കിട്ടുക. അതായത് L5 പ്ലസ് L6 മൈനസ് L3 മൈനസ് L4, L3 പ്ലസ് L4 ഡിവൈഡ് ബൈ 2 L1 എന്ന് പറയുന്നത്. അതായത് ക്രോസ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്സിൻ്റെ സം ഇക്വേഷൻ കാണാൻ പറ്റും. ക്രോസ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ സം മൈനസ് അൺക്രോസ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ സം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ട്രിങ് ഓൺ സർഫസ്. അതാണ് f122 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് ചെയ്ത സ്ട്രിങ് ഏതാണ് അതിൻ്റെ സമ്മ് മൈനസ് അൺക്രോസ്ഡ് ആയിട്ടുള്ള സ്ട്രിങ് ഏതാണ് അതിൻ്റെ സമ്മ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു സ്ട്രിങ് ഓൺ സർഫസ്. അതാണ് നമ്മുടെ ക്ലോസ്ഡ് സ്ട്രിങ് മെത്തേഡ് പറയുന്നത്. ഇപ്പോൾ രണ്ട് സർഫസുകൾ എടുത്തു, സർഫസ് 1, സർഫസ് 2. ഇത് പാരലായിട്ടുള്ള സർഫസുകൾ. പാരലാവണമെന്ന് നിർബന്ധമില്ല. നേരത്തെ കേസിൽ എടുത്ത പോലെ പാരലല്ലാത്ത രീതിയിലുള്ള സർഫസുകൾക്കും ഇത് ബാധകമാണ്. ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്. രണ്ട് സർഫസുകൾ, ആ സർഫസുകളുടെ ലെങ്ത്താണ് 12 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും. ഇത് തമ്മിലുള്ള വ്യൂ ഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ L1 നമ്മൾ വരയ്ക്കും. L1 വരയ്ക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ L1 എന്ന് പറയുന്നത്. അത് പ്ലേറ്റിൻ്റെ ലെങ്ത്താണ് L1. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ലെങ്ത്താണ് L2. ഇത്രയും വരെയുള്ള ലെങ്ത്താണ് L2. ഇത്രയും വരെ ലെങ്ത്താണ് L2. അതായത് ആ സർഫസിൻ്റെ ലെങ്ത്ത് തന്നെ. ഓക്കെ, ഇനി
നമ്മൾ ആ സർഫസിൻ്റെ എൻഡ് പോയിന്റ്സ് തമ്മിലുള്ള സ്ട്രിങ്ങുകൾ വരയ്ക്കുക. അതാണ് L3, L4, L5, L6. ഓക്കെ, ഇനി ക്രോസ് ചെയ്യുന്ന സ്ട്രിങ്ങുകളും ക്രോസ് ചെയ്യാത്ത സ്ട്രിങ്ങുകളും ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇവിടെ L4ഉം L3യും ക്രോസ് ചെയ്യാത്ത സ്ട്രിങ്ങുകളാണ്. അതുപോലെ തന്നെ L5ഉം L6ഉമാണ് ക്രോസ് ചെയ്യുന്ന സ്ട്രിങ്ങുകൾ. ഈ രണ്ടും പരസ്പരം ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിന് സം എത്രയാണെന്ന് എടുക്കുക. എന്നിട്ട് എടുക്കുക സിഗ്മ ക്രോസ് സ്ട്രിങ് മൈനസ് സിഗ്മ അൺക്രോസ്ഡ് സ്ട്രിങ്. ഓക്കെ, നമുക്ക് L1, L2, L3 ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ കിട്ടും. കാരണം L1 എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ ലെങ്ത് ആണ് 12 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. L2 5 സെൻറ്റിമീറ്റർ, L3 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ക്വസ്റ്റിനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. L1, L2, L3 എന്ന് പറയുന്ന 3 ഡയമെൻഷൻസ്, L3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഇനി L5ഉം L6ഉം L4ഉം നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഈ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് L5 നമുക്ക് വേണമെങ്കിൽ കിട്ടും. അതുപോലെ എല്ലാ സ്ട്രിങ്ങിൻ്റെയും ലെങ്ത് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് L4, L5, L6 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, L5 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ L4 അതുപോലെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ സൈഡ് എന്ന് പറയുന്നത് 12 മൈനസ് 5 ആയിരിക്കും, 7 സെൻറ്റിമീറ്റർ. ഈ സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് L4 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതികളിൽ നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ F12 കണ്ടുപിടിക്കാൻ വേണ്ടി ക്രോസ് സ്ട്രിങ്ങുകളുടെ ആ സമ്മിനെ അൺക്രോസ്ഡ് സ്ട്രിങ്ങിൻ്റെ സമ്മുമായിട്ട് കുറയ്ക്കുക. ഡിവൈഡ് ബൈ 2 ഇൻറ്റു സ്ട്രിങ് ഓൺ ദി സർഫസ്. ഏത് സർഫസിൻ്റെ വ്യൂ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്, ആ സർഫസിൻ്റെ ലെങ്ത്ത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു സ്ട്രിങ് ഓൺ സർഫസ് 1 ചെയ്യുക. അപ്പോൾ നമുക്ക് F12 എത്രയാണെന്ന് കിട്ടും. അപ്പോൾ കാൽക്കുലേഷൻ വഴി നമുക്ക് കിട്ടുന്നത് F12 = 0.25 എന്ന് കിട്ടും. അതായത് 1 എന്ന് പറയുന്ന സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയേഷനിൽ 0.25, അതായത് 1/4 മാത്രമേ സർഫസ് 2-ൽ സ്ട്രൈക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊരു പോയിൻറ്റ്സ്, അതായത് 3/4 പോർഷൻ പുറത്തേക്കാണ് പോകുന്നത്. 2 എന്ന് പറയുന്ന സർഫസിൽ സ്ട്രൈക്ക് ചെയ്യാതെ പുറത്തേക്ക് പോകുന്നു. 3/4 ഭാഗത്തോളം പുറത്തേക്ക് പോകുന്നു. 1/4 ഭാഗം മാത്രമേ സർഫസ് 2-ൽ സ്ട്രൈക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പറയുന്ന എമൗണ്ട് 0.25 കാണിക്കുന്നത്.